ഹായ്, ഇന്ന് ഡേ 89 ആണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്തു, ദെൻ സെക്കൻഡ് സെറ്റ് പുഷപ്സ്. അപ്പോൾ രാവിലെ തന്നെ മാക്സിമം നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് തീർക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നീട് രാത്രിയാണ് തീർത്തത്. കാരണം ജോലി തിരക്ക്, പേഴ്സണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കാരണം വൈകുന്നേരമായി പിന്നെ വർക്കൗട്ട് തീർത്തപ്പോൾ. അങ്ങനെ നമ്മൾ പുള്ളപ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡും തേർഡും ഫോർത്തും ലാസ്റ്റ് സെറ്റും. അങ്ങനെ നമ്മൾ 100 പുള്ളപ്സ് ഫിനിഷായി. ദെൻ ഫോർത്ത് സെറ്റ് പുഷപ്സ് ആയിരുന്നു. പുഷപ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് 1000 പഞ്ചസിലേക്ക് പോയി. 1000 പഞ്ചസ് നമ്മൾ ഹാൻഡ് പോലും ചുറ്റിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു മീഡിയം പവറിലായിരുന്നു ഇരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇഞ്ചുറി ആവാൻ ചാൻസ് കൂടുതലാണ്. ഞാനപ്പോൾ അത് കൺട്രോൾഡായിട്ടാണ് ഇടിക്കുന്നത്. ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ചെയ്യുക. കാരണം ഹാൻഡ് ഗ്ലൗസൊക്കെ ഇട്ട് തന്നെ ചെയ്യുക. ശേഷം നമ്മൾ 50 ബർപ്പീസും കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. അങ്ങനെ നമ്മൾ 500 പുഷപ്സും ഫിനിഷായി. ശേഷം ഈവനിങ് ടൈമിൽ നമ്മൾ ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ്ബിൽ പോയി. അവിടെ നമ്മൾ 10 ബാക്ക് ഫ്ലിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അത് കുഴപ്പമില്ല, അത് നമ്മൾ ചെയ്തത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സംടൈംസ് വീണ്ടും വീണാലും വീണ്ടും എഴുന്നേറ്റ് നമ്മൾ ചെയ്യും, അത്ര തന്നെ. ശേഷം നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് ആയിരുന്നു. 25 മീറ്റർ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ചെയ്തു. നമ്മൾ ഇന്നലത്തെ കണക്ക് തന്നെയാണ്, സെയിം കൗണ്ടാണ്. 6 കൗണ്ട് വരെ മാക്സിമം സപ്പോർട്ടില്ലാതെ ചെയ്തുള്ളൂ. ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ആകും ഉറപ്പായിട്ടും. അങ്ങനെ നിതിൻ കോച്ച് എന്നെക്കാട്ടി നല്ലതാണ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ചലഞ്ചെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും സ്റ്റേ ഫിറ്റ്.